എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. കുറേ 2-3 ദിവസമായി നമ്മൾ കോൺഗ്രസിന്റെ പട്ടിക പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും ആ പട്ടിക വന്നിട്ടില്ല. ഏത് നിമിഷവും വരാം എന്ന സാഹചര്യമാണ്. ഇന്നലെ നേരം വൈകുന്നേരം തുടങ്ങുമ്പോഴും ഇതായിരുന്നു സാഹചര്യം. പിന്നീട് അർദ്ധരാത്രി വരെ ചർച്ചകൾ നീണ്ടു. അതിനുശേഷവും പട്ടികയായില്ല. രാവിലെ ആയില്ല, ഉച്ചയ്ക്കായില്ല. ഇപ്പോൾ 5 മണിയാകുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ പട്ടികയായിട്ടില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാനത്തെ ദിവസം 23-ാം തീയതിയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പെരുന്നാളും അതിനിടയിൽ വരുന്നുണ്ട്. എന്തായാലും വലിയ അനിശ്ചിതത്വം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തുടരുകയാണ്. ആ ഘട്ടത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഈ മണിക്കൂറിൽ വരുമോ എന്ന് പ്രതീക്ഷിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് യുദ്ധത്തിന്റെ വാർത്തകളിലേക്കാണ്. ഇറാനെതിരെ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം നടന്നിട്ട് 20ാമത് ദിവസമാണ് ഇന്ന്. അതായത് യുദ്ധം 20 ദിവസം എത്തിയിരിക്കുന്നു. 20 ദിവസം യുദ്ധം എത്തുമ്പോൾ കാണുന്ന കാഴ്ച യുദ്ധം വിവിധ തലങ്ങളിൽ ശക്തമാകുന്നതാണ്. എണ്ണപ്പാടങ്ങളും വാതകപ്പാടങ്ങളും ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ശക്തമായിരിക്കുകയാണ് ഇസ്രയേലും ഒപ്പം തന്നെ ഇറാനും. എണ്ണ ഗ്യാസ് പ്രതിസന്ധിയാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ലോകത്തെ പിടിച്ചു കുലുക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് ഏറ്റവും ആക്കം കൂട്ടുന്നതാണ് 20ാം ദിവസത്തെ ഈ യുദ്ധ സാഹചര്യം. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തിരിച്ചടി തുടരുമ്പോൾ ഇറാൻ അന്ത്യശാസനം നൽകുകയാണ് സൗദി. ഖത്തറിനെ ഇനി ആക്രമിച്ചാൽ തീക്കളിയാകുമെന്ന മുന്നറിയിപ്പ് ട്രംപും നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് 20ാം ദിവസത്തെ സാഹചര്യം എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനിയും ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെയും കൊലപ്പെടുത്തിയ ഇസ്രയേലിന് കലി അടങ്ങുന്നില്ല എന്ന് തന്നെയാണ് തുടരെയുള്ള ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാർസിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇറാനെ പ്രകോപിപ്പിക്കുക തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം. എന്താണ് പാർസ്? എങ്ങനെയാണ് പാർസിനെതിരെ നടക്കുന്ന ആക്രമണം വലിയ പ്രകോപനമാകുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ശേഖരമാണ് സൗത്ത് പാർസ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക ശേഖരങ്ങളിൽ ഒന്ന്. ഇറാനും ഖത്തറും പങ്കിടുന്ന മേഖലയാണ് പാർസ്. അതിൽ സൗത്ത് ഇറാനിലും നോർത്ത് ഫീൽഡ് ഖത്തറിലുമായാണ് നിലനിൽക്കുന്നത്. ഏകദേശം 1800 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് വാതക ശേഖരമാണ് പാർസിലുള്ളത്. പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ആഗോള ഊർജ്ജ വിതരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന പ്രദേശമാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുന്ന ഇറാന്റെ ജീവനാഡിയാണ് ഈ പ്രദേശം എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഇറാന്റെ ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങളുടെ ഭൂരിഭാഗവും ഈ ഫീൽഡിൽ നിന്നാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്, അവർക്ക് ലഭ്യമാക്കുന്നത്. രാജ്യത്തിന്റെ ഗ്യാസ് ആവശ്യത്തിന്റെ ഏകദേശം 80% ഇവിടെ നിന്നാണ് വരുന്നത്. കൂടാതെ വൈദ്യുതി ഉൽപാദനം, വ്യവസായം, ഗൃഹോപയോഗം എന്നിവയ്ക്ക് ഇറാൻ ആശ്രയിക്കുന്നതും സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിനെ തന്നെയാണ്. ഈ കേന്ദ്രത്തിലുണ്ടായ ഇടപെടലുകൾ ഇറാന്റെ സാമ്പത്തിക സംവിധാനത്തെയും ഊർജ്ജ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. ഇതാണ് ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ എണ്ണ ഖനന കേന്ദ്രങ്ങളിലും റിഫൈനറികളിലും ഇറാൻ ആക്രമണം കടുപ്പിക്കാൻ കാരണം. അവരുടെ പരമോന്നത നേതാവായ ഖമനേയിയുടെ കൊലപാതകം പോലും അവർക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. പക്ഷേ സൗത്ത് പാർസിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളും അതുണ്ടാക്കുന്ന നഷ്ടങ്ങളും ഇറാനെ പിടിച്ചു കുലുക്കും. അതായത് പരമോന്നത നേതാവിന്റെ മരണത്തെക്കാൾ വലിയ ആഘാതം സൃഷ്ടിക്കാൻ, സാമ്പത്തികമായ ആഘാതം സൃഷ്ടിക്കാൻ, അതിന്റെ ഭരണ തലത്തിലുള്ള എല്ലാ വിധത്തിലുമുള്ള ആഘാതം സൃഷ്ടിക്കാൻ കഴിയുന്നതായിരുന്നു ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം. ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം ഇത് സൂചിപ്പിച്ചിരുന്നതാണ്. വലിയ വലിയ ആക്രമണങ്ങൾ ഇറാന് പ്രതീക്ഷിക്കാമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ കടുത്ത ഭാഷയിൽ അതിനോട് പ്രതികരിക്കുന്നു, കടുത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ എണ്ണ വാതക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഖത്തറിലെ റാസ് ലാഫൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഇറാൻ മിസൈലുകൾ തൊടുത്തത് വൻ നാശനഷ്ടത്തിനിടയാക്കി. ലോകത്തെ ഏറ്റവും വലിയ LNG കയറ്റുമതി കേന്ദ്രമാണ് അവിടെ. ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണത്തിൽ സുപ്രധാന ഊർജ്ജ ഉറവിടങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചതായി ദോഹയിലെ സ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി അറിയിക്കുകയും ചെയ്തു. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ലോക ഊർജ്ജ വിപണിയുടെ സുപ്രധാന സോഴ്സാണ് ഖത്തറിലെയും ഊർജ്ജ മേഖലകൾ. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഊർജ്ജ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഇവിടെ നിർത്തിവെച്ചിരുന്നു. മാത്രമല്ല ഇപ്പോൾ ആ മേഖലയിൽ
നാശനഷ്ടങ്ങൾ തുടരുന്നത് പരിഹരിക്കാനാകാത്ത പ്രത്യാഘാതങ്ങളാകും മേഖലയിൽ സൃഷ്ടിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് ആ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമുക്കറിയാം, യുദ്ധം 20 ദിവസം എത്തുമ്പോൾ ലോകമാകെ LPG ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഏഷ്യൻ രാഷ്ട്രങ്ങളിലാണ്. നമ്മുടെ രാജ്യത്തുൾപ്പെടെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഊർജ്ജ ലഭ്യതയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ആ പ്രതിസന്ധി എന്നത് ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും. അങ്ങനെ ആ മേഖലയെ മാത്രമല്ല, മൊത്തത്തിൽ ലോകത്തിനാകെ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ആക്രമണത്തിലേക്കാണ് 20ാം ദിവസം ഈ യുദ്ധം എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇറാന്റെ പ്രത്യാക്രമണം തുടരുമ്പോഴാണ് ട്രംപ് വലിയ ഭീഷണിയുമായി രംഗത്ത് വരുന്നത്. എന്താണ് ട്രംപിന്റെ ഭീഷണി എന്ന് നോക്കിയാൽ, ഇറാൻ ഇനിയും ഖത്തറിന് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന്റെ സമ്മതമോ സഹായമോ കൂടാതെ സൗത്ത് പാർസ് പൂർണ്ണമായും തകർത്ത് കളയും എന്നതാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ പ്രഹരം ഇറാൻ ഇതുവരെ അനുഭവിക്കാത്തതോ കാണാത്തതോ ആയിരിക്കും എന്നതാണ് ട്രംപിന്റെ ഭീഷണി. അതായത് ഇനി ഊർജ കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിടരുത് എന്നതാണ് ട്രംപ് നൽകുന്ന ഭീഷണി. ഇറാൻ ഖത്തർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിവാതക കേന്ദ്രമായ സൗത്ത് പാസിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം തങ്ങളോട് ആലോചിക്കാതെയാണ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. സൗത്ത് പാസ് ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നും ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. നിലവിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രകോപിതരായാണ് ഈ മേഖലയിലേക്ക് ഇസ്രയേൽ ക്രൂരമായ ആക്രമണം നടത്തിയതെന്നും ട്രംപ് ഇസ്രയേലിന്റെ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇറാനെതിരായ ശക്തമായ ഭീഷണി ഉയർത്തുന്നത്. ഇറാൻ ഇനി ഖത്തറിനെ ആക്രമിക്കും വരെ സൗത്ത് പാസിനെ ഉന്നമിടരുത് എന്നൊരു നിർദ്ദേശം ഇസ്രയേലിനും ട്രംപ് നൽകിയിട്ടുണ്ട്. അതായത് ഇനി ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സൗത്ത് പാസിൽ ഒരാക്രമണം ഉണ്ടാകരുത് എന്നതാണ് ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ ആഘാതമായി ഈ ആക്രമണങ്ങൾ അത് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തുന്നതായാലും ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തുന്നതായാലും ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്നതായാലും ഒക്കെ മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ട്രംപിന്റെ ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ്. ഒപ്പം ഇസ്രയേലിനോട് ഒന്നടങ്ങൂ, സൗത്ത് പാർസിനെ ലക്ഷ്യമിടരുത് എന്ന് കൂടി ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടായിരുന്നു ഇസ്രയേൽ സൗത്ത് പാർസിൽ ബോംബിട്ടത്. ഇറാന് വെല്ലുവിളിയുമായി ഏറ്റവും ഒടുവിൽ സൗദി രംഗത്ത് വരുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കെടുതികൾ ഏറ്റുവാങ്ങുന്നത് ഗൾഫ് മേഖലയാണ്. അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് മറുപടിയായി എപ്പോഴൊരു ആക്രമണം ഇറാനിൽ ഉണ്ടാകുന്നു ആ സമയത്തെല്ലാം ഇറാൻ ഗൾഫ് മേഖല ലക്ഷ്യമിടുന്നത്. സൗത്ത് പാസിലുണ്ടായ ആക്രമണത്തിന് ശേഷവും ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. അപ്പോൾ ഇറാന്റെ ഈ തുടർച്ചയായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്കെതിരെ സൗദി അറേബ്യ ശക്തമായ മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്നത്. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും ആക്രമണം തുടർന്നാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്നുമാണ് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സൈനിക നടപടി ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ തങ്ങളുടെ മുന്നിലുണ്ട് എന്നതാണ് റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക വിദേശകാര്യ മന്ത്രിമാരുടെ അടിയന്തര യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൗദി വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 2023-ൽ പുനഃസ്ഥാപിച്ച നയതന്ത്ര ബന്ധത്തിലൂടെ ഉണ്ടായ ചെറിയ വിശ്വാസം പോലും ഇറാന്റെ നിലപാടുകളിലൂടെ പൂർണ്ണമായും തകർന്നു എന്നതാണ് സൗദി ചൂണ്ടിക്കാട്ടുന്നത്. ആക്രമണം തുടർന്നാൽ ബന്ധം വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം തകരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി സൗദി നൽകുന്നുണ്ട്. തങ്ങൾ കാണിക്കുന്ന ഈ ക്ഷമ എന്ന് പറയുന്നത് പരിധികളില്ലാത്തതല്ല. അതൊരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ആകാമെന്നും സൗദിയുടെ വിദേശകാര്യമന്ത്രി പറയുകയാണ്. അടിയന്തര സാഹചര്യത്തിൽ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി വന്നാൽ ആവശ്യമായ സൈനിക നടപടി സ്വീകരിക്കാൻ സൗദിക്ക് അവകാശമുണ്ട് എന്നത് കൂടിയാണ് ഫൈസൽ ബിൻ ഫർഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ ഇത്ര കടുത്ത ഭാഷയിലുള്ള ഒരു പ്രതികരണം സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നൊന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ഞങ്ങൾ സൈനികമായി കൂടി ഈ സാഹചര്യത്തെ നേരിടും എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോൾ സൗദി ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. Any re-engagement with Iran, this conflict will end at some point. But I have to tell you, what little trust there was before has completely been shattered. Has been shattered on multiple levels. First, because Iran knows that most of the countries in the room today worked very hard to support diplomatic outcomes. Also, because we were quite clear with Iran that we would not be combatants in any confrontation that came. Not only that we would not allow our
facilities to be used to target Iran, that would be restricted to self-defense. So what I care about now is that the attacks on my country and on my neighboring countries that are not involved in this conflict end. That's all I'm interested in. And we're going to use every lever we have, political, economic, diplomatic, and elsewise, to get these attacks to stop. ഫെബ്രുവരി 8 തുടങ്ങിയതാണ് യുദ്ധം. അന്നു മുതൽ സൗദി, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കെല്ലാം മേലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർച്ചയായി തന്നെ ഇറാൻ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിയാദിനെ ലക്ഷ്യമിട്ടെത്തിയ 4 ബാലിസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമസേന തകർത്തിരുന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾ നഗരത്തിന് തെക്കുള്ള റിഫൈനറിക്ക് സമീപത്തു നിന്നാണ് കണ്ടെടുത്തത്. ആക്രമണത്തെ തുടർന്ന് തലസ്ഥാന നഗരിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സംഘർഷം തുടങ്ങിയത് മുതൽ ഇതുവരെ 457 ഡ്രോണുകളും 40 ബാലിസ്റ്റിക് മിസൈലുകളും 7 ക്രൂയിസ് മിസൈലുകളും സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് സൗദിക്ക് നൽകേണ്ടി വരുന്നത്. ഇത് സൗദിയുടെ മാത്രം സാഹചര്യമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളാകെ വലിയ കെടുതി ഈ യുദ്ധം മൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. തുടരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ അത് എണ്ണപ്പാടങ്ങളെ, വാതകപ്പാടങ്ങളെ ലക്ഷ്യമിട്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതികരണമാണ് ഇപ്പോൾ സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സർവ്വ മേഖലയിലും ദുരന്തം വിതച്ചാണ് യുദ്ധം 20ാം ദിവസവും ശക്തമായി തുടരുന്നത്. എൻഡ് ഗെയിമിലേക്ക് എത്തിയോ, ഇറാനെ തീർക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം എത്തിയോ എന്ന സംശയമാണ് കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നത്. അതായത് ഏറ്റവും ഉന്നതസ്ഥാനീയരായിട്ടുള്ള വ്യക്തികളെ ഇറാനിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം നടത്തുകയും അവരുടെ ഏറ്റവും വലിയ ജീവനാഡിയായ വാതക മേഖല ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇറാനെ തീർക്കാനുള്ള തലത്തിലേക്ക് ഈ യുദ്ധം എത്തിയോ എന്ന വലിയ സംശയം നിലനിൽക്കുന്നു. ഇറാനിലെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഏതാണ്ട് 20,000 കോടിയിലധികം ഡോളറിന്റെ ഫണ്ട് അനുവദിക്കാനാണ് വൈറ്റ് ഹൌസിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പെന്റഗൺ. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുകയാണ് ഈ ഇറാനിലെ യുദ്ധത്തിന് ഇപ്പോൾ പെന്റഗൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. US കോൺഗ്രസിൽ ഈ ഫണ്ട് പാസാക്കിയെടുക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകും. അവിടെ ട്രംപിനെതിരെ, ഈ യുദ്ധത്തിനെതിരെയൊക്കെ ഉയരുന്ന വികാരത്തിന്റെ ഒരു കണക്കെടുപ്പ് കൂടിയാകും അത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമേരിക്കൻ ജനതയ്ക്കിടയിൽ യുദ്ധത്തിന് കാര്യമായ പിന്തുണ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡെമോക്രാറ്റുകൾ ഈ സൈനിക നീക്കത്തെ ശക്തമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ അനുകൂല നിലപാടാണെങ്കിലും സെനറ്റിൽ ബിൽ പാസാക്കാൻ ആവശ്യമായ 60 വോട്ടുകൾ എന്ന കടമ്പ എങ്ങനെ മറികടക്കും എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ട്രംപിനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. ഇറങ്ങി പുറപ്പെട്ടു പോയി ഇനി ഇത് നിർത്താനാകുന്നില്ല എന്നൊരു ഘട്ടത്തിലാണ് ട്രംപ് നിൽക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നയാൾ എന്ന് വാഗ്ദാനം നൽകി അധികാരമേറ്റെടുത്ത വ്യക്തിയാണ് ട്രംപ്. സമാധാന പ്രിയനാണ്, യുദ്ധം അവസാനിപ്പിക്കുന്ന ആളാണ്. 7ഓളം യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു എന്ന അവകാശവാദമാണ് ട്രംപ് ഉയർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നു ട്രംപ്. അതിപ്പോൾ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കും, എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന വലിയ ആശങ്ക ട്രംപിനെ സംബന്ധിച്ചുണ്ട്. എന്തായാലും 20ാം ദിവസവും ഒരു തരത്തിലുള്ള അയവുമില്ലാതെ ഈ യുദ്ധം തുടരുന്നതാണ് കാണുന്നത്. കൂടുതൽ കലുഷിതമാകുന്നതാണ് കാണുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടി ഭീഷണിയുമായി രംഗത്തിറങ്ങുന്നതാണ് കാണുന്നത്. അപ്പോൾ യുദ്ധത്തിന്റെ തന്നെ ആഫ്റ്റർ എഫക്ട്സിലേക്കാണ് നമ്മൾ വരുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധഭീതിയെ തുടർന്ന് നമ്മുടെ ഓഹരി വിപണികളിൽ കടുത്ത തകർച്ച നേരിട്ട ഒരു ദിവസം കൂടിയാണ്. രാവിലെ വലിയ രീതിയിൽ ആടിയുലയുകയായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണി. ഉച്ച കഴിഞ്ഞുള്ള വ്യാപാരത്തിലും ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ തകർച്ചയാണ് നേരിട്ടിട്ടുള്ളത്. രാവിലെ നേരിട്ടതിനേക്കാൾ വലിയ വിൽപ്പന സമ്മർദ്ദമാണ് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ വിപണിയിൽ ദൃശ്യമായത്. സെൻസെക്സ് 2496 പോയിന്റും നിഫ്റ്റി 775 പോയിന്റും ഇടിഞ്ഞിരിക്കുന്നു. ഗ്യാസ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ് രാജ്യത്ത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിസന്ധി ഹോട്ടൽ മേഖലയിൽ നിലനിൽക്കുക കൂടിയാണ്. അപ്പോൾ എന്താണ് ഇന്ന് നമ്മുടെ ഓഹരി വിപണികളിൽ സംഭവിച്ചതെന്ന് നോക്കിയാൽ സെൻസെക്സ് 2496 പോയിന്റ് ഇടിഞ്ഞ് 74,207ലും നിഫ്റ്റി 775 പോയിന്റ് ഇടിഞ്ഞ് 23,002ലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. രണ്ട് വിപണിയിലും 2.8% ഇടിവ് നേരിട്ടു. വിപണിയിലാകെയുള്ള ഓഹരികളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിയത്. വിൽപ്പനക്കാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഈ വിപണി. പ്രധാന സൂചികകൾക്കൊപ്പം തന്നെ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകളും
ഏതാണ്ട് 1.5% വരെയൊക്കെ ഇടിവ് രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് കണ്ടത്. നിക്ഷേപകർ അപകട സാധ്യതയുള്ള ഓഹരികളിൽ നിന്ന് പണം പിൻവലിച്ച് സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് വിപണിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ തന്നെയുള്ള സാഹചര്യം ഇതുതന്നെയാണ്. വലിയ വിലത്തകർച്ച നേരിടുകയാണ് ഓഹരികൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ഭീതിയാണ് ആഗോള വിപണികളെ ആകെ ഉലച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, യുദ്ധത്തിന്റെ വാർത്തയിൽ കണ്ടു, സൗദി ഭീഷണിയുമായി രംഗത്ത് വരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടി തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രത്യക്ഷമായി രംഗത്ത് വരുമോ, അത് യുദ്ധം വ്യാപിപ്പിക്കുമോ കൂടുതൽ രാഷ്ട്രങ്ങളിലേക്ക് എന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നു. അതാണ് ഓഹരി വിപണിയെ പിന്നോട്ടടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അത് ഓഹരി വിപണിയെ വലിയ രീതിയിൽ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണവില കുതിച്ചുയരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്ന ആശങ്ക നിക്ഷേപകരെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ഓരോ തവണ ഉയരാൻ ശ്രമിക്കുമ്പോഴും ശക്തമായ വിൽപ്പന സമ്മർദ്ദമാണ് വിപണിയിൽ നേരിട്ടത്. അങ്ങനെയാണ് ഈ ഓഹരി വിപണി വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് ഇന്ന് കൂപ്പുകുത്തിയത്. എണ്ണ പര്യവേഷണ ഓഹരികളിലാണ് കുറച്ചെങ്കിലും ഉണർവ് കണ്ടിട്ടുള്ളത്. അതായത് എണ്ണവില ഉയരുന്നത് ഈ എണ്ണ പര്യവേഷണ കമ്പനികളുടെ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത് നിഫ്റ്റിയിലെ ഭൂരിഭാഗം ഓഹരികളെയും തളർത്തിയപ്പോൾ എണ്ണ ഉൽപാദക കമ്പനികൾക്ക് മാത്രമാണ് ഇത് അല്പമെങ്കിലും കരുത്ത് പകരുന്നത്. അങ്ങനെ കരുത്ത് നേടുന്ന ഒരു കമ്പനി ONGC ആണ്. ONGC വിപണിയിൽ വൻ വിൽപ്പന സമ്മർദ്ദം നിലനിൽക്കുമ്പോഴും ONGCയുടെ ഓഹരികൾ പോസിറ്റീവ് സോണിൽ വ്യാപാരം നടത്തുന്നതാണ് കണ്ടത്. ഓഹരി വില 293 രൂപ എന്ന 52 ആഴ്ചത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നതും കണ്ടു. അതായത് എണ്ണവില ഉയരുന്നു. അപ്പോൾ ആ സാഹചര്യമാണ് എണ്ണ ഉൽപാദക കമ്പനികൾക്ക് ഗുണം നൽകുന്നത്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് ONGCയുടെ ഓരോ ബാരൽ എണ്ണയ്ക്കും ലഭിക്കുന്ന ലാഭം വർദ്ധിപ്പിക്കും. ഇത് കമ്പനിയുടെ വരുമാനത്തെയും മാർജിനെയും നേരിട്ട് തന്നെ മെച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് അവിടെ വലിയ രീതിയിൽ ഈ ഓഹരി വില ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിന്റെ ഒരു ഗുണഭോക്താക്കളായി അവർ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഓയിൽ ഇന്ത്യ സെക്ടറിലെ മറ്റ് ഓഹരികളെ അപേക്ഷിച്ച് മികച്ച പ്രകടനമാണ് ഓയിൽ ഇന്ത്യയും കാഴ്ചവെക്കുന്നത്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഓഹരി വില ഏകദേശം 4.5% മുതൽ 5% വരെ ഉയർന്ന് 550 രൂപ നിലവാരത്തിൽ വരെ എത്തി. ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന ഭീതി നിലനിൽക്കുമ്പോൾ ആഭ്യന്തര എണ്ണ ഉൽപാദകർക്കാണ് വലിയ അവസരം ഇത് നൽകുന്നത്. ആ ഒരു സാഹചര്യമാണ് ഓയിൽ ഇന്ത്യയുടെ ലാഭം അല്ലെങ്കിൽ ഓയിൽ ഇന്ത്യ കമ്പനിയുടെ ഓഹരിക്ക് വില കൂടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ വലിയ കെടുതിയിലും വലിയ വീഴ്ചയിലും ഓഹരി വിപണിയിൽ ചില കമ്പനികൾ നേട്ടമുണ്ടാക്കുന്നതിന്റെ സാഹചര്യമാണ്. യുദ്ധം ചിലർക്കെങ്കിലും ആ രീതിയിൽ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് കൂടിയാണ് നമ്മൾ ഓഹരി വിപണിയിൽ നിന്ന് കണ്ടത്. എന്തായാലും രാജ്യത്ത് LPG വിതരണത്തിൽ വലിയ പ്രതിസന്ധി തുടരുക തന്നെയാണ്. കിട്ടാതായതോടെ അടച്ചിടം ഹോട്ടലുകളും തുറന്നു പ്രവർത്തിക്കാനാകാതെ തുടരുന്ന സാഹചര്യമാണ്. അത് ഓൺലൈൻ ഡെലിവറികളെ ബാധിച്ചിട്ടുണ്ട്. ആ മേഖലയിലാകെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി കൂടുതൽ കപ്പലുകൾ എത്തിക്കുക എന്നുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല എന്നതാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾ. എങ്കിൽ പോലും യാഥാർത്ഥ്യം ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു എന്നത് തന്നെയാണ്. നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു എന്ന വാർത്തയുണ്ട്. പക്ഷെ നമുക്കറിയാം, ഗൾഫ് മേഖലയിലാകെ വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. അവർക്ക് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ പോലും അതൊക്കെ എത്ര സാധ്യമാകും എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി കൂടുതൽ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്നതാണ് വിവരം. LNG ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിലെ LPG ബുക്കിംഗ് ഇടവേള നേരത്തെ തന്നെ 45 ദിവസമാക്കി ഉയർത്തിയിരുന്നു. നഗരപ്രദേശങ്ങളിൽ ബുക്കിംഗ് ഇടവേള 25 ദിവസമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 17 ദിവസമായിരുന്ന ബുക്കിംഗ് ഇടവേള നേരത്തെ 21 ദിവസമായി ദീർഘിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ സർവീസുകളുടെ കുറവ് മൂലം ഊർജ്ജ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന തടസ്സമാണ് പാചകവാതക ക്ഷാമത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അത് മറികടക്കാനുള്ള പലവിധത്തിലുള്ള ശ്രമങ്ങൾ രാജ്യം നടത്തുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ തന്നെ അത്തരം ഇടപെടലുകൾക്ക്
ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും വലിയ പ്രതിസന്ധി നമ്മളെ സംബന്ധിച്ച് നിലനിൽക്കുന്നു. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 30% വരെ കുറവുണ്ടാകും വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ എന്നത് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരുന്നതാണ്. ആ കുറവ് വരുന്നതാണ് നമ്മൾ ഇങ്ങനെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്ന തരത്തിൽ അത് പ്രതിഫലിച്ച് കാണുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെ ഹോട്ടൽ മേഖല കടന്നുപോകുമ്പോൾ അവിടെ പല വിധത്തിലുള്ള നീക്കങ്ങളുണ്ട്. ഇനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകൾ അവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് വില കൂട്ടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല മറ്റ് പ്രതിഷേധ നടപടികളിലേക്കൊക്കെ ഇവർ കടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നതോടെ നിലവിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ പലതിലും ഭക്ഷണത്തിന്റെ വില 30% വരെയൊക്കെ കൂടുന്നു എന്ന വിവരമാണുള്ളത്. സസ്യേതര വിഭവങ്ങൾക്കാണ് പ്രധാനമായും വില കൂട്ടിയത്. ഈ കൂടുതൽ സമയമെടുത്ത് കുക്ക് ചെയ്യേണ്ടുന്ന ഭക്ഷണങ്ങൾക്കൊക്കെയാണ് അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചൊക്കെയാണ് ഇപ്പോൾ ഹോട്ടലുകൾ അമിത തുക ഈടാക്കുന്നത്. അൽഫാം പോലെയുള്ള വിഭവങ്ങൾക്കും ബിരിയാണിക്കുമൊക്കെ 10 മുതൽ 30 രൂപ വരെ കൂട്ടിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും പാചകം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുന്നവയ്ക്കാണ് ഈ വില കൂട്ടിയത്. അപ്പോൾ അതനുസരിച്ച് ഭക്ഷണത്തിന്റെ തെരഞ്ഞെടുപ്പിന് ആളുകളും തയ്യാറാവുക എന്നതാണ് പറയാനുള്ളത്. ചായയ്ക്കും പലഹാരങ്ങൾക്കും വില കൂട്ടിയിട്ടില്ല. ചില ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ ഈ ചായ, കടി അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ കൂടുതൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അപ്പം, ദോശ തുടങ്ങിയുള്ള വിഭവങ്ങളൊക്കെ നേരത്തെ തന്നെ നിർത്തിവെച്ച ഹോട്ടലുകളുമൊക്കെ ഉണ്ട്. എന്തായാലും പ്രവർത്തന ചെലവ് കൂടിയതോടെയാണ് ഭക്ഷണത്തിനും വില കൂട്ടേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പ്രതിനിധികൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ജില്ലയിൽ 1000-ഓളം ഹോട്ടലുകളാണ് തിരുവനന്തപുരത്ത് തന്നെ അടച്ചിട്ടിരിക്കുന്നത്. പലതും അടച്ചിട്ട് ഒരാഴ്ച തന്നെ പിന്നിട്ടിട്ടുള്ള സാഹചര്യമുണ്ട്. വാണിജ്യ സിലിണ്ടർ കിട്ടിയിട്ടില്ല എന്നതാണ് പല ഹോട്ടൽ ഉടമകളും ഇതിന് കാരണമായി പറയുന്നത്. എന്തായാലും പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാതെ ഉള്ള ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഷേധത്തിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. 23-നാണ് സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കടകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഹോട്ടലുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് പാചകവാതകം ലഭ്യമാക്കണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഹോട്ടലുകൾ പ്രതിഷേധിക്കുമ്പോൾ വീടുകളിലേക്കും അടുത്ത ഘട്ടത്തിൽ ദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങുന്ന ഒരു സാഹചര്യം നമുക്കതൊന്നും ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. എന്തായാലും യുദ്ധം ഉടൻ അവസാനിക്കുന്ന സൂചനകളൊന്നും വരുന്നില്ല. വലിയ രീതിയിൽ കടുക്കുന്നതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ കാലം കൂടിയാണ് കേരളത്തിൽ. അപ്പോൾ ആ ഘട്ടത്തിൽ ഹോട്ടലുകളൊക്കെ അടഞ്ഞുകിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. എന്തായാലും അതിനു മുൻപ് പ്രതിസന്ധി ഒഴിവാകുമോ? കൂടുതൽ സിലിണ്ടറുകൾ എത്തിക്കാൻ കപ്പലുകൾ ഹോർമുസ് കടത്തി നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ? ആ രീതിയിലുള്ള ഇടപെടലുകൾ സാധ്യമാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഊർജ്ജ മേഖലയിൽ നിലനിൽക്കുന്നത്, ഓഹരി വിപണികളിൽ നിലനിൽക്കുന്നത്. വലിയ രീതിയിൽ സാമ്പത്തികാഘാതമായി കൂടി ഈ യുദ്ധം മാറുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. അതിനാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും മൂർധന്യത്തിലായിരുന്നു ഇന്നത്തെ പകൽ ഇതുവരെ. മത്സരിക്കണമെന്ന കെ സുധാകരന്റെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ അടിപതറിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്നതാണ് പുറത്തുവരുന്ന വിവരം. അർദ്ധരാത്രി കഴിഞ്ഞും നീണ്ട ചർച്ചകളാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച സുധാകരൻ ഒരു അനുനയത്തിനും വഴങ്ങിയിരുന്നില്ല. എന്നാൽ എംപിമാരെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിൽ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും എത്തി. എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം അറിയിച്ചതോടെ പാർട്ടി വിടുമെന്നായിരുന്നു സുധാകരന്റെ ഭീഷണി. പിളർപ്പിന്റെ വക്കിലെന്ന് തോന്നിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് എത്തുന്നത് നമ്മൾ ഇന്ന് കണ്ടു. ആ ഘട്ടത്തിൽ രക്ഷകനായി എത്തിയത് AK ആന്റണിയാണ്. AK ആന്റണിയുടെ ഇടപെടലിൽ പിന്നെയും ചർച്ചകൾ, പിന്നെയും മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. കെ സുധാകരനെ അനുനയിപ്പിക്കാനായി എന്നതാണ് ഈ ഘട്ടത്തിൽ വന്ന വാർത്ത. കെ സുധാകരന് മാത്രമായി മത്സരിക്കാൻ അനുവാദം നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഔദ്യോഗിക തീരുമാനത്തിനായുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. അതെന്തുകൊണ്ട് എന്നതിന് ഉത്തരമില്ല.
അപ്പോൾ എന്താണ് സുധാകരനുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ ഫോക്കസിൽ പരിശോധിക്കുന്നത്. കണ്ണൂർ എന്റെ ഹൃദയരക്തമാണ് എന്ന് കുറിച്ചുകൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കണ്ണൂർ സീറ്റിനായുള്ള യുദ്ധം കെ സുധാകരൻ തുടങ്ങിവെച്ചത്. അതിനു മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുകുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനം എന്നത് തന്റെ രാഷ്ട്രീയ മേൽവിലാസമാണെന്നും അവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഒരു തള്ളക്കോഴിയെപ്പോലെ താൻ കൂടെയുണ്ടായിരുന്നുവെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും ബോംബിൽ നിന്നും തന്റെ പ്രവർത്തകരെ കാത്തു സൂക്ഷിച്ച നാളുകളെക്കുറിച്ച് അദ്ദേഹം ആ കുറിപ്പിൽ പരാമർശിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആക്രമണങ്ങളിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന തന്റെ സഹപ്രവർത്തകരുടെ മുഖങ്ങളാണ് കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്നതെന്നും അത്രമേൽ വൈകാരികമായ ബന്ധമാണ് തനിക്ക് കണ്ണൂരുമായുള്ളതെന്നുമാണ് കെ സുധാകരൻ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ ത്രിവർണ പതാക നെഞ്ചിലേറ്റി ഇനിയും താൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പോടെയാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ന് ആ ത്രിവർണ പതാകയോട് സുധാകരൻ ഗുഡ് ബൈ പറയും എന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി. അർദ്ധരാത്രി കഴിഞ്ഞ് നീണ്ട ചർച്ചകളിൽ സീറ്റില്ല എന്നുറപ്പായ സുധാകരൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. മാധ്യമങ്ങളൊക്കെ സുധാകരന്റെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കെ സുധാകരന് KCയുടെ സന്ദേശമെത്തി. സീറ്റില്ല എന്ന് വ്യക്തമായ സുധാകരൻ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞു. കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരുക്കമാണ് സുധാകരൻ നടത്തുന്നതെന്ന വാർത്ത പരന്നു. വെറുതെ അങ്ങ് മത്സരിക്കാനല്ല, പാർട്ടി രൂപീകരിക്കാനും കണ്ണൂരിലും സംസ്ഥാനത്തിന് പലയിടത്തും വിമതരും അസ്വസ്ഥരുമായ ആളുകളെ ഒപ്പം നിർത്താനുമൊക്കെ നീക്കം നടക്കുന്നു എന്നതായിരുന്നു ഒരു ഘട്ടത്തിൽ വന്ന വാർത്ത. മറ്റൊന്ന് BJPയിലേക്ക് പോകുമോ എന്ന സാഹചര്യമായിരുന്നു. BJP അതിനുള്ള സാധ്യതകൾ തേടുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് വാർത്ത വന്നു. എന്തായാലും സംസ്ഥാന വ്യാപകമായി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്ന് സുധാകരൻ അവകാശപ്പെട്ടിരുന്നതാണ്. തനിക്കൊപ്പം മത്സരിക്കാൻ തയ്യാറെടുത്ത് സംസ്ഥാന വ്യാപകമായി DCC ഭാരവാഹികൾ വരെ രംഗത്തുണ്ട് എന്നും സുധാകരൻ അവകാശപ്പെട്ടിരുന്നു. ഒരു പിളർപ്പിലേക്ക് എന്ന് തോന്നിപ്പിച്ച സാഹചര്യമായിരുന്നു ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് തകർന്നടിയുമോ ഈ നിർണായക തെരഞ്ഞെടുപ്പിന് മുൻപിലെന്ന് എല്ലാവരും അങ്കലാപ്പിലായ എല്ലാ കോൺഗ്രസുകാരും കരുതിയ ഭയന്ന നിമിഷങ്ങൾ. എന്തായാലും ആ ഘട്ടത്തിലാണ് രക്ഷകനായി AK ആന്റണി പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ സുധാകരന് നൽകിയ ഊർജം, സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കുന്നതിന്റെ സാഹചര്യമായാണ് കണ്ടത്. എന്തായാലും AK ആന്റണിയുടെ ആ വാക്കുകളൊന്ന് കേൾക്കാം. സുധാകരൻ തീർച്ചയായും മൂന്നാമതൊരിക്കൽ കൂടിയുള്ള ഒരു പിണറായി ഭരണം കേരളത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കത്തില്ല എന്നാണ് എന്റെ ഉറപ്പ്. ചോദ്യോത്തരത്തൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അല്ല, ഞാൻ പറയത്തില്ല. ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞത് ശരിയല്ല. സുധാകരൻ കടുംകൈ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ രമേശ് ചെന്നിത്തലയാണ് ആദ്യം രംഗത്തിറങ്ങിയത്. ഉടൻ തന്നെ തിരുവനന്തപുരത്തെ AK ആന്റണിയുടെ വസതിയിലേക്ക് ചെന്നിത്തലയുടെ കോൾ വരുന്നു. ആന്റണിയെ സ്ഥിതിഗതികൾ ചെന്നിത്തല അറിയിക്കുന്നു. പിന്നാലെ രാഹുൽ ഗാന്ധിയെയും ഹൈക്കമാൻഡ് പ്രതിനിധികളെയും ബന്ധപ്പെട്ട ചെന്നിത്തല സുധാകരന്റെ പ്രാധാന്യം പാർട്ടിയെ ബോധ്യപ്പെടുത്തുന്നു. സുധാകരൻ പടയായി ഇറങ്ങിയാൽ മലബാറിലെ കോൺഗ്രസ് തകരുമെന്ന മുന്നറിയിപ്പായിരുന്നു ചെന്നിത്തല നൽകിയത്. ഇതോടെ ഹൈക്കമാൻഡ് അയയുന്നു. ഹൈക്കമാൻഡിനെ AK ആന്റണിയും രാഹുലുമായി AK ആന്റണിയും സംസാരിക്കുന്നു. സുധാകരനെ കൂടെ നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ രാഹുലിനെ ധരിപ്പിക്കുന്നു. കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുന്നത് ഗുണകരമാകില്ല എന്ന് AK ആന്റണി നിലപാടെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെയെയും ആന്റണി ബന്ധപ്പെട്ടു. സുധാകരന് സീറ്റ് നൽകണമെന്നും പിടിവാശി കളയണമെന്നും ആവശ്യപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന പ്രവർത്തക സമിതി അംഗത്തിന്റെ ഈ ആവശ്യം, ഈ പ്രതിസന്ധി ഘട്ടത്തിലെ ഇടപെടൽ ഖർഗെയും ഹൈക്കമാൻഡും അംഗീകരിച്ചു എന്നതായിരുന്നു സാഹചര്യം. അങ്ങനെ മഞ്ഞുരുകുന്നു. സുധാകരന് മത്സരിക്കാൻ അവസരം ഒരുങ്ങുന്നു. ഒടുവിൽ K സുധാകരന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പൂർണ്ണമായും വഴങ്ങുന്നു എന്നതാണ് സാഹചര്യം. കണ്ണൂരിൽ സുധാകരൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നിരവധി തവണ
ജയപരാജയങ്ങളുടെ അനുഭവം രുചിച്ചിട്ടുള്ള ആളാണ് കെ സുധാകരൻ. 1980, 82 വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എടക്കാട് നിന്നും 87 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്നും മത്സരിച്ചു എങ്കിലും പരാജിതനായിട്ടുണ്ട്. 91 നിയമസഭയിലേക്കുള്ള എടക്കാട് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-ലെ ഒ ഭരതനോട് തോറ്റു. 96 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് വിമതനായി ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മത്സരിച്ച N രാമകൃഷ്ണനെ തോൽപ്പിച്ച് കണ്ണൂരിൽ നിന്ന് സുധാകരൻ ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2001 ഇടത് സ്വതന്ത്രനായ കാസിം ഇരിക്കൂറിനെയും 2006 CPM നേതാവായ KP സഹദേവനെയും തോൽപ്പിച്ച് കണ്ണൂരിൽ നിന്ന് നിയമസഭാംഗമായി. 2001-2004 കാലഘട്ടത്തിൽ AK ആന്റണി മന്ത്രിസഭയിൽ കെ സുധാകരൻ വനം വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. 2009 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ലെ KK രാഗേഷിനെ തോൽപ്പിച്ച് കണ്ണൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭാംഗമായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും PK ശ്രീമതിയോട് പരാജയപ്പെട്ടു. അപരന്മാർ പിടിച്ച വോട്ടാണ് സുധാകരൻ അന്ന് വിനയായത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായി ഉദുമയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും CPM-ന്റെ കുഞ്ഞിരാമനോട് തോറ്റു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സിറ്റിംഗ് MP ആയിരുന്ന CPM-ലെ PK ശ്രീമതിയെ 1 ലക്ഷം വോട്ടുകൾക്കടുത്ത ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് സുധാകരൻ വീണ്ടും ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സിറ്റിംഗ് MP ആയിരുന്ന സുധാകരൻ CPM-ലെ MP ജയരാജനെ 1,08,982 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി വീണ്ടും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് MP-ആയി തുടരുകയാണ് സുധാകരൻ. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് തിരിച്ചുവരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ കണ്ണൂരിനെ പ്രതിനിധീകരിക്കണമെന്ന ആഗ്രഹം സുധാകരനുണ്ടാകുന്നത്. അത് വെറും MLA സ്ഥാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല, മറ്റ് പല ആഗ്രഹങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് സുധാകരൻ കണ്ണൂരിലേക്ക് എത്താൻ, കണ്ണൂരിനെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ണൂരിൽ കോൺഗ്രസിന് മേൽവിലാസം ഉണ്ടാക്കിയ വ്യക്തിയാണ് സുധാകരൻ. കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ എന്നത് വെറും ഒരു പേര് മാത്രമല്ല, അതൊരു ആവേശം നിറഞ്ഞ വികാരമാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്. പതിറ്റാണ്ടുകളായി കണ്ണൂരിലെ രാഷ്ട്രീയം സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള മണ്ണിൽ കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് സുധാകരൻ എന്ന നേതാവ് വളർന്നത്. CPM കോട്ടകളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അചഞ്ചലമായ നേതൃത്വവും സംരക്ഷണവും നൽകുന്നതിൽ സുധാകരൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കണ്ണൂർ തന്റെ ഹൃദയരക്തമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സുധാകരൻ രാഷ്ട്രീയ ആക്രമണങ്ങൾക്കിടയിൽ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഒരു തള്ളക്കോഴിയെ പോലെ തന്നെ കൂടെ നിന്ന നേതാവായാണ് അറിയപ്പെടുന്നത്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നത്. ആ വൈകാരിക ബന്ധം ഒന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്തത്. തന്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് സുധാകരൻ. അങ്ങനെയാണ് സുധാകരനോട് അടുപ്പമുള്ളവർ കാണുന്നത്. കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ 2012 നടന്ന സംഭവം അത് കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിൽ ഒന്നാണ്. മണൽ കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത തന്റെ വിശ്വസ്തനായ കല്ലിക്കോടൻ രാഗേഷ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മോചിപ്പിക്കാൻ അന്ന് സുധാകരൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. സ്റ്റേഷനുള്ളിൽ കയറി ഒടുവിൽ പ്രവർത്തകരുമായി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സുധാകരൻ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയെങ്കിലും ഒരു നേതാവ് എങ്ങനെയാണ് തന്റെ അണികളെ ഏതറ്റം വരെയും സംരക്ഷിക്കാൻ പോകും എന്നതിന്റെ ഉദാഹരണമായി അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ ഈ സംഭവത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അങ്ങനെ വളരെ വൈകാരികമായ ബന്ധം അദ്ദേഹവുമായി പുലർത്തുന്ന ആളുകളാണ് കണ്ണൂരിലുള്ളത്. അദ്ദേഹത്തിന് അവിടെ സ്വന്തമായ ഒരു ബ്രിഗേഡ് തന്നെയുണ്ട്, ഒരു സേന തന്നെയുണ്ട് കണ്ണൂരിൽ എന്ന് പറയാം. എന്തായാലും ആ സാഹചര്യങ്ങളും കണ്ണൂരിലെ മലബാറിലെ സ്വാധീനവും ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സുധാകരൻ ഈ യുദ്ധം നയിച്ചത്. ഏറ്റവും ഒടുവിൽ AK ആന്റണിയുടെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുമ്പോൾ സുധാകരൻ അതിന്റെ അംഗീകാരം കിട്ടുന്നു, മത്സരിക്കാനുള്ള അവസരം ഒരുങ്ങുന്നു എന്നതായിരുന്നു നമ്മൾ ഇതുവരെ കണ്ട കാഴ്ച. പക്ഷേ എന്നാലും പട്ടിക വൈകുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പട്ടിക വൈകുന്നത്? എന്തുകൊണ്ടാണ് ഈ കെ സുധാകരന് മത്സരിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടും പട്ടിക വൈകുന്നത്? കെ സുധാകരന് ഡൽഹിയിൽ നിന്ന് മടങ്ങാൻ കഴിയാത്തത്, പട്ടിക പ്രസിദ്ധീകരിക്കാത്തത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇനിയും എന്തെങ്കിലും അനിശ്ചിതത്വമുണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ്. ആ സംശയത്തിൽ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ കണ്ണൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള
വാർത്തകളാണ് വരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടുള്ള നാടകീയത തുടരുന്നു എന്നതാണ്. സുധാകരന് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് ചിലർ പുറത്തുവിടുന്നുണ്ട്. AK ആന്റണി ആവശ്യപ്പെട്ടത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്ന് മാത്രമാണ്. സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കിയെന്ന വാർത്ത വ്യാജമാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു. അതിന് അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയത് മാധ്യമങ്ങളാണ് എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ കേന്ദ്ര നേതൃത്വം ഉറച്ചു നിൽക്കുന്നതായും രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സുധാകരന്റെ സമ്മർദ്ദം അത് പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഉൾക്കൊണ്ട ഇടത്തു നിന്ന് ചില മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ വീണ്ടും പോകുന്നു എന്നൊരു സംശയം ഇപ്പോൾ KV ബൈജു നമുക്ക് ഒപ്പം ചേരും. സുധാകരൻ ഇന്ന് രാത്രിയോടെ കണ്ണൂരിലേക്ക് മടങ്ങിയെത്തുമെന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. KV ബൈജു വിവരങ്ങൾ വായിച്ചേരും. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബൈജു അല്പസമയത്തിന് ഇപ്പോൾ KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. കണ്ണൂരിൽ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച നാടകീയത തുടരുന്നു. സുധാകരന് ഒരു ഉറപ്പും ലഭിച്ചില്ല എന്ന വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ആ വിവരങ്ങൾ വരുന്നത്. ബൈജു, എന്താണ് സാഹചര്യം? ഹൈക്കമാൻഡ് സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സുധാകരൻ മത്സരിക്കും എന്ന തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് വലിയ രീതിയിൽ കാര്യങ്ങൾ ഉണ്ടോ എന്നൊരു സംശയം ജനിക്കുന്നത്. ഈ ലിസ്റ്റ് വലിയതായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്, അത് പുറത്തേക്ക് വരുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് കണ്ണൂരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? രേണുക, സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ മുതൽ അതിനാടകീയത എന്ന് പറയേണ്ടി വരും. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് സീറ്റ് നൽകി എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അണികളുടെ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനവും പടക്കം പൊട്ടിക്കലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു ഉറപ്പും, അതായത് സുധാകരന് ഈ കണ്ണൂരിൽ സീറ്റ് നൽകാമെന്നതിന് ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന വിവരം പുറത്തു വരുന്നത്. നിലവിൽ സുധാകരന് കണ്ണൂരിൽ ഇതുവരെ സീറ്റ് നൽകിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് മോഹൻ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ്. അങ്ങനെ ഇത് സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനും അതിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് MP-മാർ മത്സരിക്കേണ്ട എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം, പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള അവരുടെ തീരുമാനം, അത് അതേപടി നിലനിൽക്കുന്നു. ഇതിനിടയിൽ ഇങ്ങനെ ഒരു പ്രചരണമുണ്ടായി, അത് വ്യാജമാണെന്നാണ് കൃത്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ പറയുന്നത്. അത് മാത്രമല്ല, സണ്ണി ഈ കാര്യത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ അത് ഹൈക്കമാൻഡോട് ചോദിക്കൂ എന്നാണ് വ്യക്തമാക്കിയത്. AK ആന്റണി പാർട്ടിക്കെതിരായ ഒന്നും ചെയ്യരുതെന്നാണ് സുധാകരനോട് പറഞ്ഞതെന്ന വിവരവും പുറത്തു വരുന്നു. അങ്ങനെ ഇതുവരെ സുധാകരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാത്രിയോടുകൂടി സുധാകരൻ ബൈജു, ഇനിയിപ്പോൾ സുധാകരൻ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും കോൺഗ്രസിൽ പ്രതിസന്ധി ഒഴിയില്ല എന്നൊരു ഘട്ടമാണോ ഉള്ളത്? അങ്ങനെയാണോ കാര്യങ്ങൾ രൂപപ്പെടുന്നത്?
തീർച്ചയായും സുധാകരൻ സ്വതന്ത്രനായി കണ്ണൂരിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ സീറ്റ് നൽകുന്നില്ലെങ്കിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതോടൊപ്പം ഏറ്റവും വലിയ വെല്ലുവിളി പേരാവൂരിലാണ്. സണ്ണി ജോസഫിനെ, അതായത് സുധാകരനെ മത്സരിപ്പിക്കുന്നില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല എന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. വാട്സാപ്പുകളിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്ന സാഹചര്യമുണ്ട്. പ്രതിഷേധ പ്രകടനമായി ഈ സുധാകരൻ അനുകൂലികൾ എത്തുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം നടന്നത് DCC ഓഫീസിലാണ്. അവിടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ ത്തിൽ സുധാകരൻ മത്സരിക്കുന്നതിനെതിരായി കൂടുതൽ ആളുകൾ രംഗത്ത് എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് സുധാകരനെ അനുകൂലിച്ചും സുധാകരനെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എതിർത്തും ആളുകൾ രംഗത്ത് വരുന്നതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ രംഗത്ത് കാഴ്ച. ഏതായാലും ആ ഒരു വലിയ തർക്കം ആ യോഗത്തിലുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ നിന്നും കോൺഗ്രസ് നേതാക്കൾ എത്തി പുറത്ത് വലിയ രീതിയിലുള്ള ആഘോഷം അവിടെ നമ്മൾ കണ്ടതാണ്. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു. ആ പടക്കം ഇനിയും അതിന്റെ വലിയ ശേഖരമുണ്ട്. അത് സുധാകരൻ കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ബാക്കി ആഘോഷം എന്ന നിലയിലൊക്കെ പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു ഉച്ച മുതലുള്ള സമയത്ത്. അവിടെ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മാറുന്നത് ടി.ഒ. മോഹനെ അനുകൂലിക്കുന്നവരാണോ ഇപ്പോൾ ഈ എതിർത്ത് രംഗത്ത് വരുന്നത്? എതിർ വികാരം ശക്തമാകുന്നതിന് പിന്നിൽ അവരാണോ? അതോ മറ്റ് MP-മാർക്ക് മത്സരിക്കാനുള്ള സാഹചര്യം അവർ പിടിവലി തുടരുന്നുണ്ട്? സുധാകരനെ അനുവദിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന സാഹചര്യമാണോ? ഇപ്പോൾ സാധ്യത മങ്ങുന്നു സുധാകരൻ്റേത് എന്നതാണോ സാഹചര്യം? അതെ രേണുക, സുധാകരന് ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇത്രയും സമയം DCC ഓഫീസിൽ നിന്നും ഇവരുടെ നേതാക്കളോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ദില്ലിയിൽ ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സുധാകരന് സീറ്റ് നൽകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കണ്ണൂർ കോൺഗ്രസ് മാറും. അതുമാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ അത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് അറിയേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം VD സതീശൻ ഇത് എതിർപ്പുമായി രംഗത്ത് വന്നു. അതായത് പ്രതിപക്ഷ സ്ഥാനം താൻ ഒഴിയും, അതായത് സുധാകരന് സീറ്റ് നൽകുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം താൻ ഒഴിയും എന്ന തരത്തിൽ പോലും VD സതീശൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ളൊരു സമ്മർദ്ദം ഈ രണ്ടു ഭാഗത്തു നിന്നും നോക്കിയാൽ സുധാകരന് സീറ്റ് നൽകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. നിലവിൽ ഒരു ഉറപ്പും സുധാകരന് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലാണ് DCC ഓഫീസിൽ നിന്നും ഉണ്ടായ സംസാരവും. ശരി, എന്തായാലും വലിയ ട്വിസ്റ്റുകളാണ് നമ്മൾ ഇതുവരെ കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലും വലിയ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സാഹചര്യമാണ് KV ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സുധാകരൻ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും വലിയ തലവേദന കോൺഗ്രസിനെ കാത്തിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ലല്ലു കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ലല്ലു, നോക്കൂ, വലിയ പ്രതിസന്ധി കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷയോട് കണ്ട, അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന് മുൻപിലാണ് ഉണ്ടാകുന്നത്. അതൊരു തരത്തിൽ പരിഹരിച്ചു എന്നതായിരുന്നു, AK ആന്റണിയുടെ ഇടപെടലോടുകൂടി പരിഹരിച്ചു എന്നതായിരുന്നു ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന സാഹചര്യമെങ്കിൽ ഇതാ ഇപ്പോൾ എല്ലാം മാറി മറിയുകയാണ്. VD സതീശൻ കടുത്ത നിലപാട് തുടരുന്നു എന്നതാണ് KV ബൈജു പറയുന്നത്. ഇനി മത്സരിച്ചാലും വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ അവിടെ കണ്ണൂരിൽ കാത്തിരിക്കുന്നു എന്നൊരു സാഹചര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ലല്ലു? രേണുക, AK ആന്റണി പറഞ്ഞത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതൊന്നും സുധാകരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രമാണ് AK ആന്റണി നൽകിയത്. അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചു, സുധാകരൻ്റെ ഈ നിലപാട് പാർട്ടിക്ക് ദോഷം ചെയ്യില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വേണ്ടിയിട്ടില്ല. മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ കലഹത്തിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഒരു വാർത്താസമ്മേളനം നടത്തരുത് എന്നുള്ള മട്ടിലാണ് AK ആന്റണി സുധാകരനോട് ആവശ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സീറ്റ് വാഗ്ദാനം AK ആന്റണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ ശരിയാണ് എന്നാണ് അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രാവിലെ സുധാകരൻ വരുമെന്ന് കരുതി പടക്കമൊക്കെ പൊട്ടിച്ച പ്രവർത്തകർക്കും ഇപ്പോൾ ആവേശമില്ല എന്നാണ് ബൈജു സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള പടക്കത്തിൽ വെള്ളം കോരി ഒഴിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് നിലവിലുള്ള സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഒരു കാര്യം സത്യമാണ്, VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് MP-മാരും മത്സരിക്കരുത് എന്ന് ഇവിടെ നിന്നെടുത്ത് ഡൽഹിയിലേക്ക് പോയ ആ ഒരു നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലപാട് ദില്ലിയിലെത്തിയ ശേഷം ആരൊക്കെയാണ് ആ നിലപാടിൽ വെള്ളം ചേർത്ത് സുധാകരനെ മത്സരിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിന് തിരി പകർന്നത്, അതിലെണ്ണ ഒഴിച്ചത് എന്ന ചർച്ചയും ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. രമേശ് ചെന്നിത്തലടക്കമുള്ള നേതാക്കൾ സുധാകരൻ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ എന്ന നിലപാടെടുത്തു. പക്ഷേ VD സതീശൻ ഇപ്പോഴും ഞാൻ ഒന്ന് തിരിച്ചു വരാം. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവിടെയും പെരുമ്പാവൂരിലും വലിയ പ്രതിസന്ധിയാണ് നിൽക്കുന്നത്. എൽദോസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കാരണം അവർ നൽകിയ ആത്മവിശ്വാസം, എന്റെ നേതാക്കന്മാരിൽ എനിക്ക് വിശ്വാസമുണ്ട്.
ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, വളരെ വാത്സല്യത്തോടുകൂടി എന്നോട് വളരെയധികം സമയം തിരക്കുണ്ടായിട്ട് ഇരുന്ന് സംസാരിക്കുകയും എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം അവിടുന്ന് വിട്ടത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് ആ സീറ്റ് നൽകാൻ വേണ്ടി പരിശ്രമിക്കുകയും വാദിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം മുഴുവൻ സമയം കൂടെ നിന്ന് ആ സീറ്റ് കിട്ടിയാൽ ഞാൻ ജയിക്കുമെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശ്രീ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. ആരാണ് തടസ്സമെന്ന് എനിക്കറിയില്ല. ആ തടസ്സം ഇന്നോടുകൂടി മാറും. എനിക്ക് മത്സരിക്കാനുള്ളൊരു അവസരം സംജാതമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. സമാന ആരോപണം നേരിടുന്ന വിൻസെന്റ് അടക്കമുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുമ്പോഴാണ് അങ്ങനെ തഴയുന്നത്. അപ്പോൾ ഒരേ പന്തിയിൽ രണ്ട് തരത്തിലുള്ള വിളംബരമാണോ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്? കാരണം അങ്ങേ പരിഗണിക്കുന്നത് പോലും ആ രീതിയിലാണെന്നുണ്ട്. കാരണം 1.5 കൊല്ലമായിട്ട് ഈ മണ്ഡലത്തിൽ നിലവിൽ പ്രചരണം നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഞാനും വിൻസെന്റും നിരപരാധികളാണ് ഈ രണ്ട് കേസിലും. എനിക്കത് അറിയാം. വിൻസെന്റിനെ പരിഗണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം അവിടെ വലിയ ലീഡിൽ ജയിക്കും. അതേ പരിഗണന എനിക്ക് നൽകണം. 2-3 ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഇനി അവസാന നിമിഷം നോമിനേഷൻ കൊടുത്താലും ഞാൻ ജയിക്കും. വലിയ ലീഡിൽ ജയിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ പരിഗണന എന്നുള്ളത് പലർക്കും പല രീതിയിലാണ്. എനിക്ക് അത്ര പരിഗണന കിട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ വലിയൊരു പുണ്യവാളനോ വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയോ വലിയൊരു നേതാവോ ഒന്നുമല്ല. ഞാനൊരു ഭൃത്യനാണ്. ഞാനൊരു ജനസേവകനാണ്. ഞാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ മുന്നിൽ വിനയത്തോടു കൂടി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് ജനങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ 20 മക്കളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ MLA-മാരായി. ഇപ്പോൾ സിറ്റിംഗ് MLA ശ്രീ K. ബാബു, അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ള ഞങ്ങൾക്ക് 19 പേർക്കും കൊടുത്ത അതേ ഒരു പരിഗണന എനിക്ക് നൽകണം. നൽകാതെ പോകരുത്. അത് ജനങ്ങളിൽ വളരെ വിഷമമുണ്ടാക്കും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ CPM-ൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ശശി ഉൾപ്പെടെ, ഈ കോൺഗ്രസ് ഉൾപ്പെടെ ശശിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. എന്നാൽ ഇന്നിപ്പോൾ ആ ശശിക്ക് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നുണ്ട് മത്സരിക്കുന്നിടത്ത്. ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനാകണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ കുറ്റക്കാരാണ് എന്ന് കരുതാൻ കഴിയുമോ? ആരോപണങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ശ്രീ PK ശശി കോൺഗ്രസിലേക്ക് വരുന്നു, അദ്ദേഹം മത്സരിക്കുന്നു, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയുള്ളത് കൊണ്ടാണ്. പൊളിറ്റിക്സിൽ അങ്ങനെയാണ്. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാണ്. ഈ പ്രാദേശികമായിട്ടുള്ള നാളത്തെ ശത്രു ഇന്നത്തെ മിത്രമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. പ്രാദേശികമായി 3000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരുന്നത്. ഇത്തവണ 2020 ഉണ്ട്. നേരത്തെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. 2020 സ്ഥാനാർത്ഥിയാണെങ്കിൽ നേരത്തെ കോൺഗ്രസായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ സങ്കീർണമായിട്ടുള്ളൊരു മത്സര ചിത്രമാണ്. അപ്പോൾ എളുപ്പമാവും മത്സരം. ആരാണെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ് വിജയം എളുപ്പമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷത്തെ വോട്ടർമാർ മാത്രമല്ല ഈ വർഷത്തെ വോട്ടർമാർ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പുതിയ ഒരുപാട് വോട്ടർമാർ വന്നിട്ടുണ്ട്. എവിടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. ഞാൻ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വന്ന് ഒത്തിരി മോഹങ്ങൾ കൊടുത്തു. മുഴുവൻ പേർക്കും വീട്, തൊഴിലവസരങ്ങൾ, സൗജന്യമായ ഭക്ഷണം, 2 കിലോ പഞ്ചസാര, 1 കിലോ പാല്, 3 കിലോ ആട്ടിറച്ചി, നെയ്യ്, അങ്ങനെ പല പല കാര്യങ്ങൾ കൊടുത്തു. പാവപ്പെട്ട ആളുകളെല്ലാം വോട്ട് ചെയ്തു പോയി. അങ്ങനെയാണ് അവർ 20,500 വോട്ട് പിടിച്ചു. ഇത് നല്ലൊരു വിഭാഗം വോട്ടും എനിക്ക് കിട്ടേണ്ട വോട്ടുകളായിരുന്നു. അവരെല്ലാം തിരിച്ചു വന്നു. ഈ പഞ്ചായത്ത് ഇലക്ഷൻ അവരെല്ലാം തിരിച്ചു വന്നു. ഇപ്പോൾ അവർ NDA ആയിട്ടാണ് മത്സരിക്കുക. അതുകൊണ്ട് NDA ആയിട്ട് മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കുറഞ്ഞു പോകും. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒരുപക്ഷെ കേരള കോൺഗ്രസിലോ 2020 ഒക്കെ പോകും. പക്ഷേ ഈ വർഗീയ മുന്നണിയിലേക്ക് പോകാറില്ല. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം എനിക്ക് കുന്നപ്പള്ളി അവസാന പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. നേതൃത്വത്തിന് മുന്നിൽ താൻ അപേക്ഷ വെച്ച് കാത്തിരിക്കുകയാണ്. താൻ ഒരു ഭൃത്യനാണ്. തന്റെ അപേക്ഷ പരിഗണിക്കുമെന്നതാണ് വിശ്വാസം. ഏറ്റവും അവസാനം നോമിനേഷൻ കൊടുത്താലും താൻ വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസവും എൽദോസ് കുന്നപ്പള്ളി പുലർത്തുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തനിക്ക് ജനങ്ങളിൽ അത്രയും
പിന്തുണയുണ്ട്, ജനങ്ങളുടെ അത്രയും പിന്തുണയുണ്ട് എന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് എൽദോസ് കുന്നപ്പള്ളി. എന്തായാലും കോൺഗ്രസിൽ അനിശ്ചിതത്വം തീരുന്നില്ല ഈ 4ാം നാളും എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. അത് കെ സുധാകരൻ ഉയർത്തിയ പ്രശ്നം, അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി നിൽക്കുന്ന പ്രശ്നം, ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും വലിയ സമ്മർദ്ദമാണ് ഉയർത്തുന്നത്. അവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ തീരുമാനം. സുധാകരൻ അതിനപ്പുറത്തെ വലിയ ഭീഷണികളാണ് ഉയർത്തുന്നത്. എന്തായാലും ഇന്നെങ്കിലും പട്ടിക വരുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ ചാനൽ കാണാം. മനു ഭാരത് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.